നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ വീണ്ടും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തി. തിരുവനന്തപുരം ജനറൽ ആശുപത്രി ജംഗ്ഷനിലായിരുന്നു SFI പ്രവർത്തകർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. ഗവർണർ എയർപോർട്ടിലേക്ക് പോകും വഴിയായിരുന്നു അന്ന് ആ പ്രതിഷേധം നടന്നത്. അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി, അത്തരത്തിൽ പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പോര് തന്നെയാണ് SFIക്കും ഗവർണർക്കും ഇടയിൽ വന്നത്. ഇപ്പോൾ ഇതാ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണർ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന ആളുമായി ഒരു സംവാദത്തിനും ഇല്ല എന്നായിരുന്നു ഗവർണറുടെ പ്രസ്താവന. അക്രമികളെയും ഗുണ്ടകളെയും മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ഗവർണർ വിമർശിച്ചു. SFI പ്രവർത്തകരെയും അദ്ദേഹം വിമർശിച്ചു. സെനറ്റ് അംഗങ്ങളെ തടയാൻ എന്ത് അധികാരമാണ് SFIക്ക് ഉള്ളതെന്നായിരുന്നു ഗവർണറുടെ ചോദ്യം. സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടും സർവകലാശാല കാര്യങ്ങളിൽ ഇടപെടുന്നത് സർക്കാർ അവസാനിപ്പിച്ചില്ല എന്നും ഗവർണർ ആരോപിച്ചു. അത് തുടരാൻ അനുവദിക്കില്ലെന്നും ഗവർണർ താക്കീത് നൽകി. തനിക്കെതിരായ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഗവർണർ ആരോപിച്ചു. തന്റെ കാർ ആക്രമിക്കാൻ ഗുണ്ടകളെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. തന്നെ ആക്രമിക്കാൻ ആളുകളെ അയക്കുന്ന വ്യക്തിയുമായി ഇനിയൊരു ചർച്ചയുമില്ല. അദ്ദേഹത്തിന് മറുപടി പറയാനും താനില്ല എന്ന് ഗവർണർ വ്യക്തമാക്കി. സർക്കാർ ഭരണഘടനാ ഉത്തരവാദിത്തം നടപ്പാക്കുന്നില്ല. കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. കടുത്ത നടപടി എടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുകയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിന് വഴിപെടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു. പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഗവർണർ. അതേസമയം കഴിഞ്ഞ ദിവസം സെനറ്റ് യോഗം ചേർന്നിരുന്നു. പക്ഷേ ഗവർണറുടെ നോമിനികളായ 8 പേർക്ക് ആ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം SFIയുടെ പ്രതിരോധം, അതുകൊണ്ടാണ് അവർക്കതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയത്. അതേസമയം കോഴിക്കോട് ഗവർണർ നടത്തിയ ചില പ്രതിഷേധങ്ങൾ, റോഡിലിറങ്ങി ബാനർ കഴിച്ച് നീക്ക് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ആ മിഠായി തെരുവിലേക്ക് അദ്ദേഹം ഇറങ്ങിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു ഗവർണർ തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത്. ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം കോഴിക്കോടേക്ക് പോകാൻ വേണ്ടി വിമാനത്താവളത്തിലേക്ക് നടത്തിയ യാത്രയിൽ ഇടയായിരുന്നു 3 SFI പ്രവർത്തകരുടെ പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഗവർണർക്ക് വിമാനത്താവളത്തിൽ നിന്നുള്ള മടക്ക യാത്രയിൽ പഴുതടച്ച സുരക്ഷയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഒരുക്കിയത്. തന്റെ കാർ ആക്രമിച്ചവരിൽ പ്രധാന പ്രതികൾ ഇനിയും അറസ്റ്റിലായിട്ടില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷിയാക്കി ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, SFIയുടെ പ്രതിഷേധം കണക്കിലെടുത്ത് തിരുവനന്തപുരത്തും കനത്ത പോലീസ് കാവലായിരുന്നു അന്ന് ഏർപ്പെടുത്തിയത്. വിവിധയിടങ്ങളിൽ വെച്ച് ഗവർണർക്ക് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു. പാറ്റൂരിനും ജനറൽ ആശുപത്രിക്കും ഇടയിൽ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ AKG സെന്ററിന്റെ മുൻവശത്ത് വെച്ചും ഗവർണർക്ക് കരിങ്കൊടി അന്ന് കാണിച്ചതാണ്. സുരക്ഷ കണക്കിലെടുത്ത് ഗവർണറുടെ റൂട്ട് വഴിതിരിച്ചുവിട്ടു. പാളയത്ത് വെച്ചും SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇനി ഗവർണർ പുറത്തിറങ്ങാൻ സാധ്യത കണക്കിലെടുത്ത് രാജ്ഭവൻ മുൻപിലും വൻ പോലീസ് സന്നാഹമായിരുന്നു തയ്യാറെടുത്ത് നിന്നത്. രാജ്ഭവൻ പോലീസ് സേന വളഞ്ഞിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ഗവർണർ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.